ഉറങ്ങി എണീറ്റതിന് ശേഷം നേരെ കോൾവേയിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. എന്നെ ഒരുക്കി തരാൻ പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നെ കുട്ടപ്പനാക്കിയ ശേഷം ലിപ്സ്റ്റിക്കുമായിട്ട് ആൾ വന്നിട്ടുണ്ട്. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഒരുമിച്ച് കഴിച്ച് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബീച്ച് എത്തുന്നതിന് മുമ്പുള്ള ഷോപ്പിംഗ് ഏരിയ ആണിത്. ഇവിടെ അത്യാവശ്യം ഡ്രസ്സും ബാഗ്സും ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? പക്ഷെ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇതിന്റെയൊക്കെ ഒരു വലിപ്പം നോക്കിക്കേ. ഇതാണ് കോൾവ ബീച്ച്. നമ്മൾ സൗത്ത് ഗോവയിലാണ് കേട്ടോ ഉള്ളത്. ബീച്ചുകളിലൊക്കെ നോർത്തിന്റെ അത്ര റഷൊന്നും സൗത്തിലേക്ക് ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നല്ല ക്ലിയർ സാൻഡ് അവൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവള് നല്ല ആടി തിമിർക്കായിരുന്നു. വാരി എറിയുന്ന സമയത്ത് കണ്ണിലാവാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമല്ല. ഇവരെ ഞാൻ എവിടെയോ സീരിയസ്ലി ഗൈസ്, അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ അത്രയും പാടുപെട്ടിട്ടുണ്ടായിരുന്നു. ഈവനിങ്ങിലായതുകൊണ്ട് തന്നെ ബീച്ചൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് മതിയാവുന്നില്ല. ഇന്നങ്ങനെ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടെന്നില്ല. ജസ്റ്റ് പോയിട്ട് ഒരു സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. കോൾവ ബീച്ച് പിന്നെ ഞങ്ങളുടെ റൂമൊന്നും വളരെ അടുത്താണ്. ഈ ഒരു ആംബിയൻസ് നോക്കിക്കേ, എന്തൊരു പീസ്ഫുൾ ആണ് അല്ലേ? റഷ് ഒന്നും ഇല്ലാതെ. ഗോവയിൽ നിങ്ങൾക്ക് ഇങ്ങനെ റഷ് ഇല്ലാത്തൊരു ബീച്ച് ഉണ്ടെങ്കിൽ എന്തായാലും സൗത്ത് ഗോവ ചൂസ് ചെയ്താൽ മതി കേട്ടോ. ആള് വീണ്ടും പഴയ കളിയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ കുറഞ്ഞെടുത്ത് ഞങ്ങൾ കൊണ്ടുപോകുമ്പോഴേക്കും നൈറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോൾവയ്ക്കടുത്തൊരു പള്ളി പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഷോപ്സ് ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബെനോലിയം ബീച്ചിലേക്ക് പോയി. ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയത് കൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ മെയിൻ എൻട്രൻസിൽ എത്താൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊന്ന് കറങ്ങി വരുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നതിന്റെ ക്ഷീണം മാറാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഫുഡും കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.